കാസർഗോഡ് കാഞ്ഞങ്ങാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതിയെ തിരിച്ചറിഞ്ഞതായി പോലീസ്. പ്രതി കുട്ടിയുടെ അയൽവാസിയായ കുടക് സ്വദേശിയാണ്. ഇയാൾ നേരത്തെയും പോക്സോ കേസിൽ പ്രതി എന്നാണ് പോലീസ് പറയുന്നത്. ദിസ്ന സുരേഷ് കൂടുതൽ വിവരങ്ങൾ നൽകും. ദിസ്ന, പോലീസ് പറയുന്നത് എന്തൊക്കെ? കാസർഗോഡ് കാഞ്ഞങ്ങാട് കുട്ടിയെ ഉറങ്ങിക്കിടക്കുകയായിരുന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലാണ് ഇപ്പോൾ പ്രതിയെ പിടികൂടിയതായി നമുക്ക് സൂചന ലഭിച്ചിട്ടുള്ളത്. അയൽവാസിയായ കർണാടക കുടക് സ്വദേശിയാണ് ഇയാൾ എന്നാണ് പോലീസ് ഇപ്പോൾ പുറത്തുവിടുന്ന വിവരങ്ങൾ അനുസരിച്ച് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. 33 വയസ്സുകാരനാണ്. നമുക്കറിയാം, ഈ സംഭവം നടക്കുമ്പോൾ ആദ്യമൊക്കെ എല്ലാവരും കരുതിയിരുന്നത് ആഭരണങ്ങൾ കവരുന്നതിന് വേണ്ടി കുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്നാണ്. രാവിലെ കൃത്യം പുലർച്ചെ 2:30-3 മണിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാവുന്നത്. അപ്പോൾ തീർച്ചയായും കുട്ടിയുടെ മുത്തച്ഛൻ പശുവിനെ കറക്കാൻ പോകുന്ന ഒരു സമയം, അത്തരത്തിൽ കുട്ടിയുടെ വീടും പശ്ചാത്തലവും അവരുടെ കുടുംബ പശ്ചാത്തലവും ഒക്കെ തന്നെയും അറിയുന്ന ഒരാളായിരിക്കാം ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തത് എന്നത് പോലീസിന് ആദ്യം തന്നെ വ്യക്തമായിരുന്നു. പക്ഷേ സമീപ പ്രദേശത്തെ ഒന്നും തന്നെ CCTV ദൃശ്യങ്ങൾ ലഭ്യമല്ലാത്തൊരു സാഹചര്യം ഈ കേസുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്നു. പിന്നീടാണ് സമീപ പ്രദേശത്തെ വീട്ടിൽ നിന്ന് ഒരു CCTV ദൃശ്യം ലഭ്യമാകുന്നത്. പക്ഷേ ആ CCTV ദൃശ്യത്തിൽ അവ്യക്തമായ ഒരു വ്യക്തി കടന്നു പോകുന്നത് മാത്രമേ നമുക്ക് പോലീസിന് കാണാൻ സാധിച്ചിരുന്നുള്ളൂ. എന്നാൽ പ്രതിയെന്ന് സംശയിക്കുന്ന ഒരു യുവാവിനെ കസ്റ്റഡിയിൽ എടുത്തൊരു സാഹചര്യവും ഉണ്ടായിരുന്നു. പക്ഷേ അയാൾ തന്നെയാണോ ഇത് എന്ന് സ്ഥിരീകരിക്കുവാൻ പോലീസിന് സാധിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ലഭ്യമായ കേസുമായി ബന്ധപ്പെട്ട് അവസാനമായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് അയൽവാസിയായ കുടക് സ്വദേശിയാണ് പ്രതി എന്നൊരു വിവരമാണ് ലഭ്യമാകുന്നത്. ഇയാൾ നിരവധി പോക്സോ കേസുകളിൽ പ്രതിയാണെന്നൊരു വിവരമാണ് പോലീസ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിയെ അന്വേഷിച്ച് കുടകിലേക്ക് പോലീസ് സംഘം പ്രതിക്ക് വേണ്ടി പോലീസ് സംഘം തിരച്ചിൽ നടത്തുകയാണ്. കുടകിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്നൊരു വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും ഈ പ്രദേശത്ത് വലിയൊരു രീതിയിലുള്ള നാട്ടുകാരുടെ പ്രതിഷേധം ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം 10 വയസ്സുകാരിയായ പെൺകുട്ടി സംഭവം നടന്നിട്ട് ഇത്രയേറെ ദിവസങ്ങൾ പിന്നിട്ടും പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. 26 അംഗ സംഘമാണ് അന്വേഷണം നടത്തിയിരുന്നത്. എന്നിട്ട് പോലും പ്രതിയെ പിടികൂടാൻ കഴിയാത്തതിൽ വ്യാപകമായ പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നതാണോ. ശരി, ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.